1982 ആഗസ്റ്റ് മാസം ആഗസ്റ്റ് ഒരു ഫംഗ്ഷൻ ചീഫ് മിനിസ്റ്ററുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദർബാറ സിംഗ് ആയിരുന്നു ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ദർബാറ സിംഗിൻ്റെ ഒരുപാട് കവറേജ് ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് പുള്ളി എന്നെ വിളിക്കുന്ന അലക് സിംഗിന് വിളിക്കും. അലക് സിംഗിന് അഴകപ്പൻ ആർക്കും അവിടെ പറയാൻ പറ്റില്ല, അൽഗപ്പൻ എന്നൊക്കെ പറയും. അത് ഈ ചീഫ് മിനിസ്റ്റർ അലക് സിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അത്രയും ക്ലോസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോയപ്പം അന്ന് ഫിലിം ക്യാമറ ആണ്, വീഡിയോ വന്നിട്ടില്ല. ഫിലിം ക്യാമറ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പോസിറ്റീവ് എന്ന് പറയും. ഒരു ടേമിൽ ഡയറക്റ്റ് റിവേഴ്സൽ ഫിലിമാണ്, നെഗറ്റീവ് അല്ല. അപ്പോൾ അത് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്നതാണ് പ്രിൻ്റായിട്ട് വരുന്നത്. നോർമലാ സിനിമയിൽ നമ്മൾ നെഗറ്റീവ് പ്രോസസ്സ് ചെയ്ത് നെഗറ്റീവ് എടുത്തിട്ട് അതിലിരുന്ന് പോസിറ്റീവ് പ്രിൻ്റ് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. ഈ ടെലിവിഷൻ ഫാസ്റ്റ് മീഡിയ ആയതുകൊണ്ട് റിവേഴ്സൽ ഫിലിമിന് ഒരു ഫിലിം ഉണ്ടായിരുന്നു. ആ റിവേഴ്സൽ ഫിലിമാണ് ഉപയോഗിച്ചുകൊണ്ടത്. ഡയറക്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന ടേംസാണ് നോർമലി യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ലാബിൽ കൊണ്ട് കൊടുത്ത് അത് 40 മിനിറ്റ്സ് എടുക്കും. ഒരു റോള് പ്രോസസ്സ് ചെയ്ത് വരാൻ വേണ്ടി 40 മിനിറ്റ്സ്. ഈ 40 മിനിറ്റ്സ് ടൈം എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റിംഗ് റൂമിൽ പോയി കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ റിവേഴ്സൽ ഫിലിമിൻ്റെ ഒരു റിസ്ക് എന്തുണ്ടായിരുന്നെങ്കിൽ വീഡിയോ പോലെ അല്ല, വളരെ പ്രിസൈസ്ഡ് അപ്പർച്ചർ എക്സ്പോഷർ എന്ന് പറയുന്ന ക്യാമറാമാൻ വച്ചേ പറ്റും. നമ്മൾ കറക്റ്റാണ്. അതിൽ ഒന്നും ഓട്ടോ അല്ല, എല്ലാം മാനുവലാണ്. അപ്പോൾ മാനുവൽ എക്സ്പോഷർ കറക്റ്റ് നമ്മൾ എത്ര പ്രിസൈസായി എടുത്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് അന്ന് എല്ലാം ട്രെയിൻഡ് ക്യാമറമാനാണ്. എല്ലാം സിനിമാറ്റോഗ്രാഫി അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടോ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവർ മാത്രം എടുക്കുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു, കാരണം വീഡിയോ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഈ ഫിലിം ക്യാമറ വെച്ചിട്ടാണ് ഞാനന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 200 ഫീറ്റ് എന്ന് പറയുമ്പോൾ ആ 200 ഫീറ്റ് ഒരു 100 ഫീറ്റ് പറയുമ്പോൾ 4 മിനിറ്റ്സ് ഓടുവാണെങ്കിൽ ഇത് 8 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ഫിലിം തന്നുള്ളൂ. കാരണം വെരി എക്സ്പെൻസീവ് ആയിരുന്നു ആ പ്രോസസ്സ്. അപ്പോൾ നമ്മളെല്ലാവരും എഡിറ്റിംഗ് മനസ്സിൽ വെച്ചിട്ടാണ് ക്യാമറമാൻമാർ ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത ഷോട്ട് എന്തായിരിക്കും, എവിടെ തുടങ്ങണം, ഇതെല്ലാം മെൻ്റൽ പ്രിപ്പറേഷൻ ഉണ്ടാകും. റാൻഡമായിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും അതിലൊരു മെൻ്റൽ പ്രിപ്പറേഷൻ ഉണ്ടാകും. അപ്പം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന് CM വരും, അതിന് എൻട്രി എടുക്കണം, പിന്നെ ഇവിടെ നടന്നു വരും, കുട്ടികളെ കാണുന്നു, കുട്ടികളെ ടച്ച് ചെയ്യുന്ന ഷോട്ട്, ഇതെല്ലാം ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ച് ഈ ദർബാർ സിംഗ് സാർ വരുമ്പോൾ അത് ഫോളോ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെയറിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് എന്തോ സാധനം എറിയുന്നത് ഫീൽ ചെയ്ത്. അപ്പം പുള്ളി ഇവരുടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു സ്ലോഗനുണ്ട്, ബോലിയോ ഓം സസ്രിയക്കാൽന്ന്, സസ്രിയക്കാൽന്ന് പറഞ്ഞിട്ടാണ് എറിയുന്നത്. അപ്പോൾ ആ എറിഞ്ഞ ഉടനെ എല്ലാവർക്കും മനസ്സിലായി ഏതോ പാനിക് സിറ്റുവേഷൻ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് CM എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് കണ്ടപ്പോൾ ഞാൻ ക്യാമറ ഫിലിം ഷോട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യണ്ടോ ഇതെന്താ സംഭവിച്ചെന്ന് ഒരു കൺഫ്യൂഷൻ ആയപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഓടുമ്പോൾ എന്നെ പുഷ് ചെയ്ത് താഴെ നിലത്തിലിട്ട്. അപ്പോൾ നിലത്തിലിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറ ഫുൾ വൈഡ് ലെൻസാക്കി. കാരണം എനിക്ക് ഇവിടെ ക്ലോസപ്പിൽ വെച്ചിരുന്ന് ഇനി കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ വൈഡ് ലെൻസാക്കിയിട്ട് നിലത്തിൽ കിടന്നിട്ട് തന്നെ കുറേ ഷോട്ടുകൾ എടുക്കുമ്പോൾ കാലുകൾ ഓടിക്കൊണ്ടിരിക്കുക. അതിൽ തന്നെ ആ ചെളിയിലും തന്നെ ഞാൻ എണീറ്റ്, മൊത്തം മഴ പെയ്തതുകൊണ്ട് ചെളിയായിരുന്നു, അതിൽ തന്നെ എണീറ്റ് വന്നിട്ട് മേളിലെടുക്കുമ്പോൾ ഒരാളെ കിട്ടി. അയാൾ ഒരു ഗ്രനേഡാണ് പൊട്ടിച്ചതിന് പിന്നെ അറിഞ്ഞത് പൊട്ടി. ആക്ച്വലി ക്യാമറയിൽ തന്നെ ബ്ലാസ്റ്റായി. കുറേ ചെയർസുകൾ പറന്നു പോകുന്ന ഷോട്ടുകൾ കിട്ടി, കുറേ പേര് ആളുകൾ തിരിഞ്ഞ് അങ്ങനെ ഓടുന്നത്, മൊത്തത്തിൽ പാനിക് സിറ്റുവേഷനാണ്. ഞാൻ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ട് അവരുടെ കൂടെ തന്നെ ഓടി. അപ്പോൾ വീണ്ടും ഒരു പോലീസുകാരൻ വന്നിട്ട് എന്നെ പുഷ് ചെയ്ത് വീണ്ടും ഞാൻ വീണിട്ട് അവിടെ കിടന്നിട്ട് തന്നെ വീണ്ടും 2-3 ഷോട്ടുകൾ എടുത്തിട്ട് പിന്നെ പതുക്കെ എണീക്കാൻ ട്രൈ ചെയ്തപ്പോൾ ഒരാൾ വന്ന് ആര് ഹെൽപ്പ് ചെയ്തെന്ന് അറിയില്ല, സംബഡി ഹെൽപ്പ് മീ. ഞാൻ എടുത്ത് പിന്നെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ദർബാർ സിംഗ് അപ്പം അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എഡ്യൂക്കേഷണൽ മിനിസ്റ്ററായിരുന്ന അന്ന് അജിനാല, അപ്പം പുള്ളി എൻ്റെ അടുത്ത് നേരത്തെ വന്ന് ഒരു സൂചന പറഞ്ഞിരുന്നു, അവിടെ ഒരു ചടങ്ങുണ്ട്, അത് നിങ്ങൾ മിസ് ചെയ്യരുത്, അത് എടുക്കണമെന്ന്. പിന്നെ അദ്ദേഹത്തെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ടത്. പുള്ളിയുടെ കൈ ഫ്രാക്ചറായിട്ട് പുള്ളിക്കും കുറേ പ്ലേസിൽ ഇൻജേർഡായിരുന്നു. പിന്നെ ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ബാലി എന്ന് പറയുന്ന, ആ ഫോട്ടോഗ്രാഫർ ഹെവിലി ഇൻജേർഡായിരുന്നു. പിന്നെ ഒരാൾ സ്വന്തം കണ്ണ് കയ്യിൽ വെച്ചിട്ട് ഓടുന്ന ഒരു ഷോട്ട് കിട്ടിയായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഓടിപ്പോയി എടുത്തു. ഈ ഇൻസിഡൻസൊക്കെ എടുക്കുമ്പോഴും എനിക്ക് മൊത്തം ഒരു കൺഫ്യൂഷനുണ്ട്. എന്ത്
എങ്ങനെയാണ് ബോംബ് പൊട്ടിയത്, എങ്ങനെയാണ് ഞാൻ എണീറ്റത്, ഇതൊന്നും ഓർമ്മയില്ല. ഒരു ഔട്ട് ഓഫ് മൈൻഡിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയാണ് ഒരു ആരോ വന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക, അവിടെ കുറേ ഷൂട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ മൊത്തം സിറ്റുവേഷൻ മനസ്സിലായി, കുറേ പേഷ്യൻസും ഈ സംഭവം. പക്ഷേ വിഷ്വൽ കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് മൊത്തം അബ്നോർമലായതുപോലെ തന്നെ എനിക്ക് തോന്നി. പക്ഷേ ഒരു വിഷ്വലും മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറ്റിയ, എൻ്റെ കൂടെ വന്ന അസിസ്റ്റൻ്റ് എന്നിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ പുള്ളി കണ്ടേയില്ല. പിന്നെ ഒരു 4 മണിക്കാണ് ഒരു പോലീസിനെ ഞാൻ ഇൻഫോം ചെയ്ത്, എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മിസ്സിങ് ആണ്. അപ്പം പുള്ളി റിസംബ്ലൻസൊക്കെ ചോദിച്ചു. അന്ന് ID കാർഡ് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റൂ. അപ്പം പുള്ളിയുടെ ഒരു ID കാർഡ് ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, താടിയുണ്ട് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അവർ അനൗൺസ്മെൻറ്റ് എന്തോ ചെയ്ത് അവനെ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. പുള്ളി വിചാരിച്ചത് ഞാൻ ആ കൂട്ടത്തിൽ ഇതിൽ ബ്ലാസ്റ്റിൽ പെട്ടുവെന്ന്. ഞാൻ വിചാരിച്ചത് പുള്ളി പെട്ടുവെന്ന്. അങ്ങനെ രണ്ടുപേരും ആഫ്റ്റർ 4-5 hours കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഈ സമയം ഞങ്ങൾ ഈ ഷൂട്ട് വിഷ്വൽ എല്ലാം ചെയ്തിട്ട് ഓഫീസിലേക്ക് വരുമ്പോൾ ഹോൾ ദൂരദർശൻ സ്റ്റാഫ് ഗേറ്റിന് മുമ്പ് നിൽക്കുന്നു. അവർക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അന്ന് അങ്ങനെ ഒരു ഫാസ്റ്റ് മീഡിയ മൊബൈൽ കണക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് PTI മെസ്സേജ് മാത്രം വെച്ചിട്ട് പോകുന്ന ഒരു കാലമാണ്. അപ്പം അതിൽ വന്നത് ഒരു ഫോട്ടോഗ്രാഫർ സീരിയസ്ലി ഇഞ്ചേർഡ്. അപ്പോൾ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവർ ഫോട്ടോഗ്രാഫർ വിചാരിച്ചിട്ട് അഴകപ്പനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഡയറക്ടറിലെല്ലാം പാനിക്കായിരിക്കുമ്പോഴാണ് ഞങ്ങൾ എൻ്ററാവുന്നു. ഞങ്ങളുടെ രൂപം കണ്ടിട്ട് അവർ നെറ്റിപ്പോയി, മൊത്തം ചെളിയും ഇതും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. പക്ഷേ അതൊരു വാർ ഫിലിം നേരിൽ കണ്ട ഒരു ഫീലിംഗ് പഞ്ചാബിൽ വെച്ച് അനദർ ഇൻസിഡൻറ്റ് ഹാപ്പൻ ടു മീ. ഈ പഞ്ചാബ് വന്നിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഇൻസിഡൻസാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ പാഷൻ ഫുള്ള, എൻ്റെ പ്രാന്തെന്ന് പറയാൻ സിനിമാവായിരുന്നു. അപ്പോൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഫിലിംസ് വർക്ക് ചെയ്ത്, മലയാള ഫിലിമിൽ വർക്ക് ചെയ്തു, ചൂള, സായുജ്യം, കന്നഡ ഫിലിമിൽ വർക്ക് ചെയ്തു, കുറേ സീനിയർ ഡയറക്ടേഴ്സ് കൂടിയാണ് വർക്ക് ചെയ്ത്. ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എപ്പോഴാണ് അവസരം കിട്ടും, ഒരേ ടെൻഷനായിരുന്നു. കാരണം അന്ന് വർക്ക് ചെയ്യുമ്പോൾ എത്ര വലിയ പടങ്ങൾ വർക്ക് ചെയ്താലും നമുക്ക് സാലറി കിട്ടുമോ കിട്ടില്ലയോ എന്നൊരു ടെൻഷനുണ്ട്. അന്ന് ചാപ്പാട് കിട്ടും, എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലം കിട്ടും, പക്ഷേ സാലറി കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. എല്ലാം ട്രെയിനിങ് പീരീഡായിട്ട് അവർ കണക്കാക്കും. അപ്പം ഞാൻ ഭയങ്കര വീട്ടിൽ പറഞ്ഞത് എനിക്ക് ഗവൺമെൻറ് ജോലിക്ക് ഒരു ഫിലിം ഡിവിഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടാണ് സിനിമയിൽ നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഭയങ്കര പ്രോബ്ലം വന്നപ്പം ഞാൻ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സിനിമ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് 1980 എൻ പ്രിയം എന്നൊരു സിനിമയാണ്. ആ എൻ പ്രിയത്തിൽ ഇന്ന് ആക്ടറായിരുന്ന രവീന്ദ്രൻ, അന്ന് അവൻ്റെ പേര് തമ്പി എലിയാസ്, എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. തമ്പി എലിയാസ് അതിലുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫിലിം ചെയ്ത്, ആ ഫിലിം മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരുടെ കയ്യിൽ നിന്ന് കുറേ കാശ് പോയി. മൊത്തത്തിൽ മെഡ്രാസിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ ജോലി വീണ്ടും തപ്പാണ്ടിരിക്കുമ്പോഴാണ് കാശ്മീരിലെ 2 പോസ്റ്റ് കാലിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞത് എൻ്റെ ഒരു സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ കാശ്മീരിൽ എന്ത് പോസ്റ്റാണ് ഞങ്ങൾ പോയി ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ശ്രീധറിൻ്റെ പേര്, ദൂരദർശനിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2 ക്യാമറാമാൻ പോസ്റ്റ് വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 പോസ്റ്റ് കാലിന്ന് ശ്രീധർ സാർ പറഞ്ഞതുകൊണ്ട് ഞാനും ആറുമോ എൻ്റെ ക്ലാസ്മേറ്റ്, ഞങ്ങൾ 2 പേരും പോയിട്ട് സന്താനം എന്നൊരു എൻ്റെ സീനിയറായിട്ട് പഠിച്ച അയാളുടെ വീട്ടിൽ ചെന്നൈയിലെ പോയി കണ്ടു. അദ്ദേഹം ദൂരദർശൻ ശ്രീനഗറിലെ പ്രോസസ്സിങ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. അന്ന് ലാബുണ്ടല്ലോ, എല്ലാ ഫിലിമും ഡെവലപ്പ് ചെയ്യാൻ ഓരോ ലാബും ഉണ്ടായിരുന്നു എല്ലാ ദൂരദർശൻ കേന്ദ്രാലയം. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ലാബ് ചീഫായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം നല്ല മാർക്കൊക്കെ ഉണ്ടോ, മാർക്ക് ഷീറ്റൊക്കെ എടുത്ത് നോക്കി, ശരി ഓക്കെ നിങ്ങൾ വരൂ, ടെമ്പററി പോസ്റ്റാണ്, 2 പേരും വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റാണ് വരാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റാണ് പോകാൻ 2 പേരുടെയും കാശില്ല. അപ്പം ഞങ്ങൾ കുറേ വർക്കുകളൊക്കെ തപ്പിയെടുത്ത് കുറച്ച് കാശുണ്ടാക്കി. അപ്പം പുള്ളിക്ക് കത്ത് എഴുതി. അന്ന് കത്ത് മാത്രമേ പറ്റും, ഇപ്പം ഫോണൊക്കെ അങ്ങനെ ചെയ്ത് ഫോൺ കിട്ടുന്ന ഒരു സമയമല്ല. അപ്പോൾ കത്തെഴുതി, കത്ത് മറുപടി വന്നു, നിങ്ങൾ വരൂ. അങ്ങനെ പുള്ളി ഒരു ഒക്ടോബർ എൻഡിൽ ഞങ്ങൾക്ക് കത്ത് കിട്ടുന്നു. അങ്ങനെ നവംബറിൽ ഞങ്ങൾ പോകാൻ റെഡിയായി. അങ്ങനെ 2 പേര് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ കശ്മീർ പോയി. ഞാനും ആറുമുഖവും
കാശ്മീരിൽ ദൂരദർശനിലെ ക്യാമറമാൻ ആകുമെന്ന് പറഞ്ഞു. അപ്പം മനസ്സിൽ രണ്ടുപേർക്കും സിനിമ മാത്രമേ ഉള്ളൂ. തിരിച്ച് വരാൻ പറഞ്ഞ ഒരു മോഹത്തിലാണ് പോകുന്നത്. അങ്ങനെ കാശ്മീർ പോകുമ്പോൾ അവിടെ ഹെവി ആയിട്ട് സ്നോ ആയതുകൊണ്ട് ഞങ്ങളുടെ ബസ് സ്നോയിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ 16 മണിക്കൂർ ഞങ്ങൾ റോട്ടിൽ ബാറമുല്ല എന്ന ഒരു സ്ഥലത്തിൽ പോയി സ്റ്റക്കായി കിടക്കുമായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് അവിടെയാണ് കിടന്ന്. മൊത്തം ഐസ് മൂടിപ്പോയി. ഒരു ചായ മാത്രം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു കട ഉണ്ടായിരുന്നു, ചെറിയ കട. ആ കടയിൽ പോയി ചായ കുടിക്കും, പിന്നെ ബസ്സിൽ വന്നിരിക്കും. ബസ് പോകാൻ പറ്റില്ല, റോഡെല്ലാം ബ്ലോക്കായിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ച്, ഞങ്ങൾ മൊത്തം ഡിസ്കണക്റ്റായി. ചെന്നൈയും ഡിസ്കണക്റ്റായി, കാശ്മീരും ഡിസ്കണക്റ്റായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ പോലീസ് വന്ന് പറഞ്ഞു അടുത്ത ദിവസം എല്ലാം ക്ലിയർ ചെയ്യുന്നു, നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസം തന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കാശ്മീരിൽ പോയി എത്തിയത് മിഡ് നൈറ്റിൽ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങൾ മിഡ് നൈറ്റിൽ പിന്നെ ശ്രീനഗറിൽ അവിടെ എത്തി. ശ്രീനഗറിൽ എത്തിയിട്ട് രാത്രി സന്താനം അതുവരെ രാത്രി ഞങ്ങൾ വരുമെന്ന് വെയിറ്റ്. ഇടയ്ക്കിടയ്ക്ക് ബസ് സ്റ്റാൻഡിൽ വന്ന് പുള്ളി സ്കൂട്ടറിൽ വരുന്നു, നിൽക്കുന്നു, പോകുന്നു, അങ്ങനെയായിരുന്നു. രാത്രി 1 മണിയായപ്പം മൊത്തം തണുപ്പാണ്, സ്വെറ്ററൊന്നുമില്ല. നമുക്ക് ഒന്നും പ്രിപ്പയർഡല്ല, മെൻ്റലി ഒന്നും പ്രിപ്പയർഡല്ല. ശ്രീനഗർ പോകാൻ പറഞ്ഞ് ഒരു സ്വെറ്റർ വാങ്ങിച്ച് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു തോന്നുന്നു. അത് തണുപ്പൊന്നും താങ്ങുന്നില്ല. അപ്പോൾ കുറേ പേര് അവിടെ തീ ഇട്ടിരിക്കുകയായിരുന്നു, അവരുടെ കൂടെ കൂടി. അപ്പോൾ അവർ എല്ലാവരും ഇതെല്ലാം ഇട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് ഹിന്ദിയും അറിയത്തില്ല, രണ്ടുപേരും ഹിന്ദി അറിയില്ല. ഇംഗ്ലീഷിൽ ചോദിച്ചു, ഇവിടെ ഇരുന്നോട്ടേന്. അവർ ഇരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ കുറേ സ്കൂട്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിഡ് നൈറ്റിൽ പോകുമ്പോൾ ഞാൻ വേറെ വഴിയില്ലാതെ ഞാൻ ആറുമുഖത്തോട് പറഞ്ഞ് നമുക്ക് നിലവിളിക്കാം, വേറെ വഴിയെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് സ്കൂട്ടർ പോകുമ്പോൾ സന്താനം നിലവിളിക്കും. പുള്ളി വിളിക്കും, പിന്നെ ഞാൻ വിളിക്കും. അങ്ങനെ വിളിച്ചപ്പോൾ ഒരു സ്കൂട്ടറിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഞാനാണ് സന്താനം എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡ്രസ്ഡായിട്ടിരിക്കുക. പുള്ളി വന്ന് ഞങ്ങൾ 3 പേരും സ്കൂട്ടറിൽ, 2 പേര് സ്കൂട്ടറിൽ, 3 പേരായിട്ട് സ്കൂട്ടറിൽ പോയി. അങ്ങനെയാണ് കാശ്മീരിൽ പോയി. അടുത്ത ദിവസം ജോയിനിങ് പോയപ്പം അതിലെന്താ പറ്റിയത്, ഞങ്ങളുടെ ബസ് ഇങ്ങനെ ബ്ലോക്കായതുകൊണ്ട് അവിടെ 2 പോസ്റ്റ് വേക്കൻ്റ് ആയിരുന്നപ്പം അവർക്ക് അർജൻറ്റായിട്ട് ക്യാമറമാനെ വേണമായിരുന്നു. ഞങ്ങൾ 2 ദിവസം ഡിലേ ആയി. അതുകൊണ്ട് ഒരു ക്യാമറമാൻ എവിടെയോ നിന്ന് വന്ന്, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ക്യാമറമാൻ നേരത്തെ ബസ്സിലെത്തി. ഒരു അറ്റംപ്റ്റാണ് പുള്ളി നടത്തിയത്. പുള്ളിയെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പുള്ളി സർട്ടിഫിക്കറ്റ് എല്ലാം പ്രിപ്പയർഡായിട്ട് വന്നിരിക്കുക. അത് ഇവിടെ നിന്ന് ആരോ ആൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഓഫീസറിലിരുന്ന്, ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന്. 2 പേര് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ ആ പുള്ളിയുടെ ബസ് നേരത്തെ വന്നുകൊണ്ട് പുള്ളി ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് ജോലിയില്ലാതായി. അതിൻ്റെ ഇടയ്ക്കാണ് ഭാരതിരാജ പറയുന്ന പടത്തിൽ എന്നെ ക്യാമറമാനാക്കി. നിഴൽകൾ എന്നൊരു പടത്തിൽ എന്നെ ക്ഷണിക്കുന്നു. പക്ഷേ ഒരു കോണ്ടാക്റ്റ് ഇല്ല. അവർ എൻ്റെ റൂമിൽ പോയി, ചെന്നൈ റൂമിൽ പോയി, മണിവണ്ണൻ എന്ന് പറയുന്ന ആക്ടർ എൻ്റെ റൂമിൽ പോയി. അപ്പോൾ അഴകപ്പൻ കാശ്മീർ പോയിരിക്കുകയാണ്, ശ്രീനഗറിലെയാണ്, കണക്ഷൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇത് പോയി. അപ്പോൾ എനിക്കിവിടെ ജോലിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഹോപ്പ് തിരിച്ചു പോയ ഭാരതിരാജയുടെ ഫിലിം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് ചെന്നൈക്ക് വരുന്നത്. ചെന്നൈയിൽ വന്നപ്പോഴാണ് അറിയുന്നത് വേറെ ക്യാമറമാൻ, കണ്ണൻ എന്നൊരു ക്യാമറമാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ഒന്നുമില്ലാതായി. ഇവിടെയും ഇല്ല, കശ്മീരിലെയും ജോലി പോയി, സിനിമയിലെയും ഡിസ്കണക്റ്റഡായി. അങ്ങനെ ഇരിക്കുമ്പോൾ നാഗർകോവിൽ തിരിച്ച് പോകാൻ ഒരു ഐഡിയ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത്, സന്താനത്തിൻ്റെ ഫോൺ വീണ്ടും വരുന്നത്. സ്റ്റാൻലി വിളിക്കും, സ്റ്റാൻലി വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെ സ്റ്റാൻലി എന്ന് പറയുന്ന എന്നെ സീനിയറായി പഠിച്ച സാറ് വിളിക്കുന്നു. എന്നിട്ട് അഴകപ്പൻ ജലന്ധർ പോകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരേ കൺഫ്യൂഷൻ, ഈ ജലന്ധർ ജലന്ധർ കേട്ടിട്ട് പോകുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ പഞ്ചാബാണ്, പഞ്ചാബിൽ പോയ ഒരു ജോലി, ക്യാമറമാൻ ജോലി ഉണ്ടെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വീണ്ടും കയ്യിലെ കാശൊന്നുമില്ല. ഹൈദരാബാദിൽ പോയി എൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയി. എൻ്റെ ആർമിയിൽ വർക്ക് ചെയ്യുന്ന അളിയനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹം അവിടുത്തെ MESൻ്റെ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ ടിക്കറ്റൊക്കെ കിട്ടി ഡൽഹി വീണ്ടും പോയി. അങ്ങനെയാണ് പഞ്ചാബ് വന്ന് ഒരു എന്താ പറയുക, ഒരു നിമിത്തമായി പോയി. അങ്ങനെ പഞ്ചാബിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെയാണ് എൻ്റെ ലൈഫ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കണ്ടിന്യൂ ആവുന്നു. പഞ്ചാബിൽ എനിക്ക് വേറൊരു മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ട്.
നേരത്തെ ഞാൻ പറഞ്ഞ ബോംബ് ബ്ലാസ്റ്റിൽ എസ്കേപ്പ് ചെയ്തതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റാണ്. അത് മുക്സറിനൊരു ഗുരുദ്വാര ഉണ്ട്. മുക്സർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻറ്റ് ഗുരുദ്വാറാണ്. ഗുരു ഗോവിന്ദ് സിംഗ് 10ാമത്തെ ഗുരു ഫൈനലി ഒരു ഡിസിഷൻ എടുത്തത് അവിടെ വന്നാണ്, ഇനി ഞാൻ വാർ ചെയ്യുന്നില്ല, കാരണം വാർ നിർത്തുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ ഒരു ഡിസിഷന് ശേഷം അവിടെയാണ് പുള്ളി ഒരു കാൽസ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്ന ഒരു അവിടെ വെച്ചാണ് മുക്സർ ഗുരുദ്വാരയിൽ. മുക്സർ എന്ന് പറയുന്നത് ജലന്ധറിൽ നിന്ന് ഒരുപാട് 3-4 മണിക്കൂർ യാത്ര ഉണ്ട്. ഈ മുക്സറിൽ അദ്ദേഹം ലാസ്റ്റിൽ വന്ന് പുള്ളിയുടെ കുതിരയെ കയറ്റിയിട്ട് അവിടെ ഭയങ്കര സൈലൻസ് ആയിട്ട് ജീവിച്ച ഒരു പീരീഡ്, ഒരു ഹാർമണി ഉണ്ടായ ഒരു സ്ഥലമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഡോക്യുമെൻ്ററി ഈ ആഫ്റ്റർ ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ ഭയങ്കര പാനിക് സിറ്റുവേഷനായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ നേരത്തെ ഇരുന്ന പഞ്ചാബ് അല്ല, വേറൊരു പഞ്ചാബ്, എന്താ പറയുക, ഒരു ഗ്രേവിയാർഡ് ലുക്കാണ്. എവിടെയും ആളുകൾ പോകത്തില്ല, തമ്മിൽ ചിരിക്കത്തില്ല, ഒരു പാത്തറ്റിക്. നമ്മൾ കോവിഡ് കാലത്തിൽ ഇവിടെ കണ്ടതുപോലെ തന്നെ വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടായി. അതുവരെ കളർഫുള്ളായിരുന്ന പഞ്ചാബ് ഇവൻ രാത്രി ഒരു 10-11 മണിക്ക് പോലും നൈറ്റ് ഏത് സ്ട്രീറ്റിൽ നിന്നിട്ട് ആരെങ്കിലും ഒരു ബീർ കഴിക്കാം അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് കഴിക്കാം, അത്ര ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു പഞ്ചാബാണ്. അപ്പോൾ അതെല്ലാം തകർന്നു പോയി അവസ്ഥയിലിരിക്കുമ്പോൾ പിന്നെ ഹിന്ദുസും സിഖ്സും തമ്മിൽ സംസാരിക്കുന്നത് ചിരിക്കുന്നത് പോലും ഇല്ലാതായിപ്പോയി. കാരണം ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ 82-81 ഒരു സിഖ് ഹിന്ദുവോ കല്യാണം കഴിക്കുന്നത്, കല്യാണം ഇവിടുത്തെ ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് ഒരു സിഖ് വരുന്നത്, ഇതൊക്കെ സജീവമാണ്. അവിടെ ഒരു നോർമൽ പ്രോസസ്സാണ്. അവിടെ ഒരു ഇഷ്യൂവേ അല്ല, ഒരു മതം എന്ന് പറയുന്ന ഒരു ഇഷ്യൂവേ അല്ലാതെ ഒരു സ്റ്റേറ്റ് മാറി ജീവിക്കുമ്പോഴാണ് ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനാണ്. അപ്പോൾ കുല്ലാർ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഡോക്യുമെൻ്ററി മേക്കർ. അതേ എൻ്റെ അടുത്ത് പറഞ്ഞ, അഴകപ്പൻ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറി ആയിട്ട് ചെയ്യണം. അഴകപ്പൻ ആ കമ്മ്യൂണൽ ഹാർമണിയിൽ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യണം, നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുക്സറിൽ പോയി ആദ്യമായിട്ട് കുറേ ആളുകളൊക്കെ അവിടെ ആ ഗുരുദ്വാരയിൽ വരുന്നത്. കാരണം അത് കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലേസ് എന്ന് പറയപ്പെടുന്നില്ല. അപ്പോൾ അവിടെ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുറേ ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നു, കാൻഡിഡ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ എടുക്കുന്നുണ്ട്. ഇന്ന് പറയപ്പെടുന്ന പോപ്പുലർ റീൽസ് പോലെയാണ് അന്ന് ചെയ്തത്. കുറേ ഇൻസിഡൻറ്റ്, ഒരാൾ വന്ന് പെട്ടെന്ന് ഓപ്പണായി പറഞ്ഞു എന്താ ഹിന്ദു, എന്താ ക്രിസ്ത്യൻ, എന്താ മതം, എന്താ സിഖ് എന്നൊക്കെ പറഞ്ഞ് 2-3 വാക്ക് അത്രേ പറയാം. അത് റീൽ കട്ടിങ് പോലെ തന്നെ ഇങ്ങനെ നമ്മളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയമാണ് ഞാൻ ഒരാൾ ജത്തദാർ എന്ന് പറഞ്ഞ പ്രീസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ഇവിടെ എല്ലാവരും പീസായിട്ട് ജീവിക്കണം, എല്ലാവരും ഒന്നാവണം, വീണ്ടും പഞ്ചാബ് പഴയതുപോലെ ആവണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ന്യൂസ് ഫോട്ടോഗ്രാഫർ ക്യാമറമാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും എനിക്ക്. ആ ഇൻഡ്യൂഷനാണ് ആ ബോംബ് ബ്ലാസ്റ്റിൽ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയതും. അതേപോലെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി, സംതിങ് റോങ് എന്ന് പറഞ്ഞ ഒരു ഇൻഡ്യൂഷൻ വന്നപ്പോൾ ഞാൻ ഈ കണ്ണ് ഫിലിം ക്യാമറ ആയതുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഫിലിം ക്യാമറ ആയതുകൊണ്ട് ഒരു കണ്ണ് എപ്പോഴും അടഞ്ഞിരിക്കും. ഈ കണ്ണിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയ തൽവാറായിട്ട്, തൽവാർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, തൽവാർ എടുത്തിട്ട് നേരെ എൻ്റെ മുന്നിൽ കുത്താൻ വേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഫീൽ ചെയ്ത് നേരെ എന്നിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചാൽ ബാലൻസ് ചെയ്ത് ബാക്കിലോട്ട് വീഴാൻ പോയി. സ്വയം വീണുമ്പോൾ കാരണം അയാളുടെ ഫോഴ്സ് പോകുമെന്ന് പറഞ്ഞു, ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ വീണത് കൊണ്ട് എൻ്റെ കൂടെ ഇരുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ്, അന്ന് കേബിൾ കണക്റ്റഡുള്ള റെക്കോർഡിംഗ് ആണ്, എല്ലാം ഇൻഡിപെൻഡൻ്റ് അല്ല, ഈ ക്യാമറ കേബിൾ ഇട്ടിട്ട് കണക്ട് ചെയ്ത് അടുത്ത റെക്കോർഡറിൽ VCR എന്ന് പറയും, ആ സൗണ്ട് റെക്കോർഡിസ്റ്റും ബാലൻസ് തെറ്റി വീണു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫ്ലോറിൽ വീണു. എൻ്റെ തല നേരിട്ട് ഇപ്പോൾ ഇടിച്ച്, പക്ഷേ ക്യാമറ ഞാൻ വിട്ടില്ല, ക്യാമറ കൊണ്ടിട്ടാണ് വീണ്. കാരണം ചിലപ്പം ഇയാളുടെ ഇമേജ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വൈറ്റ് ഫ്രെയിമിൽ പോയിക്കൊണ്ടിരിക്കുക. ആ പ്രീസ്റ്റ്, അവിടെ മുമ്പ് ഇരുന്ന പ്രീസ്റ്റ് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തല ഇടിച്ച് കയറുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് കത്തിയും മറ്റേ തൽവാറും കൊണ്ടുവന്നിട്ട് കുത്താൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് തോന്നിയ ഒരു സംഭവമാണ്
അയാളെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞ് കാൽ വെച്ച് എൻ്റെ കാലിൻ്റെ ബോട്ടം വെച്ചിട്ട് ഒരു അടി കൊടുത്തപ്പം ആ സർദാജി തെന്നി വീണു. അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. സോ ഫുൾ സ്റ്റാമിനാവും ഫുൾ കറേജിയസും ഉള്ള ടൈമാണ്. അപ്പം സർദാജി ആ തെറ്റി അങ്ങോട്ട് മലന്ന് വീഴപ്പം ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തിട്ട് മലന്ന് ഉരുണ്ട് തന്നെ പോയി. ക്യാമറവും എൻ്റെ കയ്യിലുണ്ട്. അതേസമയം ക്യാമറ ഒന്ന് ഡാമേജ് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇമ്മീഡിയറ്റ് എടുത്തപ്പോഴാണ് തന്നെ ആർമി 2 പേർ ഓടി വന്ന് അയാളെ പൊക്കിക്കൊണ്ട് പോയി. സോ ഞാൻ ആ സമയത്തിൽ എന്താ പറയുക, എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന് ഇൻഡ്യൂഷനായിട്ട് ഓപ്പൺ ചെയ്ത്, പിന്നെ അയാളെ അറ്റാക്ക് ചെയ്താൽ ഞാൻ രക്ഷപ്പെടാൻ തോന്നി. അങ്ങനെ ഒരു സംഭവം. ഈ കഴിഞ്ഞിട്ട് പിന്നെ ആർമിയുടെ ഞാൻ ചോദിച്ചപ്പം ആർമി പറഞ്ഞ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തായെന്ന് എനിക്കറിയില്ല. അന്ന് രാത്രി ഈ സ്റ്റോറി കുറേ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. ഈ സ്റ്റോറി ഇമ്മീഡിയറ്റായി ടെലികാസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും ആ ബുള്ളറെന്ന് പറയുന്ന ആൾ രാത്രി തന്നെ ട്രാവൽ ചെയ്യാൻ. അന്ന് നൈറ്റിൽ അലൗഡേ അല്ല. അപ്പോൾ നമ്മൾ ദൂരദർശനായതുകൊണ്ട് സ്പെഷ്യൽ പാസ്സൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും ഡ്രൈവർ 4 പേരും മിഡ് നൈറ്റ് ട്രാവൽ ചെയ്ത് 10 മണിക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒന്ന് എന്താ പ്രോബ്ലം ആണെങ്കിൽ ഈ ടെററിസ്റ്റ് വരുന്നതും ആർമി ഡ്രസ്സിലാണ് നൈറ്റിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് പല സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. പലരും നേരെ ഫീൽ ചെയ്തിട്ടുണ്ട്. ടെററിസ്റ്റ് വെടിവെച്ച് കൊന്നു പോകുമ്പോൾ ഇന്ത്യൻ ആർമി ഡ്രസ്സിലാണ് അവർ വരുന്നത്. അപ്പോൾ ഈ ആർമി ഡ്രസ്സിൽ 4 പേർ സ്റ്റോപ്പായപ്പം കുല്ലാറും ഞാനും ഷോക്കായിപ്പോയി. എന്ത് ചെയ്യാൻ? അപ്പോൾ ഒന്നും പാനിക്കാവരുത്, സൈലൻസ് ആയിരിക്കുക, സറണ്ടർ ആവുക, അതുമാത്രം തീരുമാനിച്ചു. ഞങ്ങൾ മർമർ ചെയ്തു, എല്ലാവരും ആരും എതിർക്കരുത്, ഒന്നും പറയരുതെന്ന്. അപ്പോൾ അവർ ഗണ്ണും കൊണ്ടുവന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ കൈയും പൊക്കിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. 2 പേരും കൈ ലിഫ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി. കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു എല്ലാവരെയും. 4 പേരും കുനിഞ്ഞിട്ടുണ്ട്, ഡ്രൈവർ അടക്കം. അപ്പോൾ ക്യാമറ എൻ്റെ കയ്യിൽ മടിയിലിരുന്നുകൊണ്ട് അവിടെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ക്യാമറ ഇട്ടു. അവർ ലോക്ക് ചെയ്തിട്ട് അവർ കാറ് ചുറ്റി അവർ തന്നെ എന്താ പറയുക, രണ്ട് ആർമി ഡ്രസ്സിലുള്ളവർ അതിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. 2 പേരെയും ഞങ്ങളെ കൊണ്ടുപോയി. കയ്യിൽ ഗണ്ണിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുനിഞ്ഞ് തന്നെ നടക്കുന്നത്. 2 കൈയും പൊക്കിയിരിക്കുകയാണ്. എൻ്റെ കൈ 2 മേളിൽ, ആം 2 മേളിൽ, പക്ഷേ തല കുനിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ മൊത്തം ടെൻഷനാണ്. ഇതായിരിക്കും ലാസ്റ്റ് ഡേ. ഗോൾഡൻ ടെമ്പിൾ പോയപ്പം ഇന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് വിചാരിച്ചു. ബോംബ് ബ്ലാസ്റ്റ് ടൈമിൽ ഞാൻ വിചാരിച്ചു ടുഡേ ഈസ് മൈ എൻഡ് ഡേ. ഇന്നും അതുതന്നെ വിചാരിച്ച്. ടെററിസ്റ്റ് കയ്യിൽ പെട്ടുപോയി, ദേ വിൽ ഷൂട്ട് മീ. അങ്ങനെ കൊണ്ടുപോയി ഒരു പാഡി ലാൻഡിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയി. അവിടെ ഒരു ഹട്ടുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി. അവിടെ പോയി നിവർന്ന് നിൽക്കാൻ പറഞ്ഞു. നിവർന്ന് നിന്നു. എല്ലാവരും കണ്ണു വച്ചിരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തിനാ രാത്രി യാത്ര ചെയ്തു? നമ്മൾ സർ ന്യൂസ് ഉണ്ടായിരുന്നു, അത് കൊടുക്കണമെന്ന്. എന്ത് ന്യൂസാണെന്ന് ചോദിച്ചു. അപ്പവും അറിയില്ല ഇതാരാണ്. പിന്നെയാണ് അടുത്ത് വന്നപ്പോൾ ക്യാപ്റ്റൻ എന്തോ എഴുതുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആർമി ക്യാപ്റ്റനാണ്, നിങ്ങൾ ചെയ്ത് വളരെ തെറ്റാണ്, ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ രാത്രി മിഡ് നൈറ്റ് ബ്ലാക്ക് ടീ ഒക്കെ തന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇനി ട്രാവൽ ചെയ്യാണ്ടെന്ന്. രാവിലെ 5:30 മണിക്ക് മേളിൽ ഞങ്ങൾ വിട്ടു. അതൊരു പാനിക് ഇൻസിഡൻസ്. ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. പക്ഷെ അന്നത്തെ ഒരു ദിവസം ഇറ്റ് വാസ് ത്രിൽ. അപ്പോൾ ഞാൻ അവിടുന്ന് കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രീത്തിങ് നിൽക്കുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്യുന്നു, പക്ഷേ നിൽക്കാൻ പറ്റും. ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ബാക്കിലിരുന്ന്. പക്ഷേ മിസ്സസ് ഗാന്ധി ഇവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ ബാക്കിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇതാണ് ക്യാമറമാൻ്റെ സ്പേസ്. എപ്പോഴും എല്ലാ സ്റ്റേജിലെയും നമുക്കൊരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ എനിക്ക് എത്താൻ പറ്റില്ല. അപ്പോഴാണ് മിസ്സസ് ഗാന്ധി എന്തോ സ്മെല്ല് ചെയ്തോ, എങ്ങനെ മനസ്സിലാക്കിയെന്നറിയില്ല. ഇങ്ങനെ മൈക്ക് അവരുടെ സ്റ്റാൻഡോടെ ഇരുന്ന് സൈഡിലേക്ക് അവർ മാറുകയും എൻ്റെ ക്യാമറ ഒരു സെക്കൻഡ് കണ്ട ശേഷം പുള്ളിക്കാരി ഇങ്ങനെ മാറി സ്പീച്ചിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് മാറുക, ഞാൻ ഇങ്ങോട്ട് മാറുക. ഫുള്ളായിട്ട് കിതച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. താഴെ സൗണ്ട് റെക്കോർഡിസ്റ്റ് പുള്ളി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു.